ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആട്ടോ. നല്ല സാധനം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സാധനമാണത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകാനെന്നുണ്ടെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതുപോലെ നല്ലൊരു റിസൾട്ടാണിത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അത് ക്യാരറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ക്യാരറ്റിൻ്റെ ഗുണം എന്തുമാത്രമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റാണ് വേണ്ടത്. ക്യാരറ്റ് ഒരു ക്യാരറ്റ് അല്ല കേട്ടോ, പകുതി ക്യാരറ്റ്. അപ്പോൾ നമ്മുടെ എന്തുമാത്രം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി ക്യാരറ്റ് നല്ലതായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്താണ്. അപ്പം നമുക്കത് ചെറുതാക്കി ഇതിലോട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫങ്ഷനോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും കേട്ടോ. അപ്പം ചെറുതായിട്ട് ഒന്ന് നമുക്കിത് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കുറച്ച് പാലിൽ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. അപ്പം ഞാൻ ദേ ഇത്രയും പാലെടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണേ. അപ്പം നേരത്തെ നമ്മൾ ആ പാലെടുത്ത് ആ ബൗളിൽ തന്നെ അരിച്ചെടുക്കുക. കരിച്ചെടുക്കുമ്പോഴുള്ള കറക്റ്റ് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ നമുക്ക്. എന്നിട്ടൊക്കെ പിശറൊക്കെ മാറ്റിക്കളയാം. അപ്പോൾ ക്യാരറ്റൊക്കെ നമുക്ക് സ്കിന്നിനൊക്കെ നല്ല ഒരു നിറം തരുന്നൊരിതാണ്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഇതില്ലേ അതിലോട്ടും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതും കൂടി ഇത് ആവശ്യമുണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ ജ്യൂസില്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് രണ്ടാമത് നമ്മളിത് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കണേ. അതും കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പം ഇത് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാനിത് സാധാരണ പാക്കൊക്കെ ഞാൻ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ കോൺഫ്ലവർ, അതായത് ചോളപ്പൊടി, അത് ഇത്ര ഇട്ട് കൊടുക്കണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊരു മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണേ. അപ്പോൾ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഇത് നല്ല ഒരു അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഒത്തിരി നല്ല കമൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ ചെയ്തിട്ടൊക്കെ കാണിക്കണൊക്കെ നല്ല അടിപൊളി ഇതാണ്. അപ്പോൾ ഇത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നമുക്ക് എന്താ പറയുക ഡെയിലി ഇട്ടും കൊടുക്കാം. അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോഴാട്ടോ ഇത് നല്ല ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇത് കുറുകിയിട്ടുണ്ടൊന്ന്. അധികം അങ്ങ് നമുക്ക് കുറുകി അങ്ങ് തീരെ അങ്ങ് പറ്റിപ്പോകണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു കൊഴുപ്പ് പോലെ ഒന്ന് കിട്ടിയാൽ മതിയേ. പിന്നെ ഇരുന്ന് തന്നെ കുറച്ച് ഇതായിക്കോളും. അപ്പം നമ്മുടെ അതേ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയിട്ട് ഇതിലോട്ട്
രണ്ട് സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ഇത് ചൂടൊക്കെ അറിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അപ്പം ഞാനിപ്പോൾ ഒരാഴ്ചയല്ല 3 ദിവസത്തേക്കുള്ളതാണ് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത്. ഉണ്ടോ? എന്നിട്ട് നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ലില്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളതിലും റെഡിമെയ്ഡ് മേടിക്കണം കേട്ടോ നല്ലത്. നമ്മുടെ വീട്ടിലുള്ള ജെല്ലിട്ടാൽ എന്താണെന്നറിയാമോ, നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് കിട്ടത്തില്ല. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ ഉപയോഗിക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വലിയ വിലയൊന്നുമില്ല. ഇത് ഓൺലൈനിലൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ 2 കുപ്പിക്ക് 125 രൂപയേ ഉള്ളൂ. ഓഫറുള്ള സമയത്തൊക്കെ നമ്മൾ നോക്കി മേടിക്കണം. അപ്പോൾ ഈ നമ്മുടെ കറ്റാർവാഴ ശരിക്കും ഇതിലോട്ടൊന്ന് അലിയിപ്പിക്കണേ, അതല്ലെങ്കിൽ വേറെ കിടക്കുമല്ലോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളില്ലേ, അത് ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരെണ്ണം മതിയേ. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി കണ്ടോ, ഈ അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങളിത് മുഖത്തൊന്നിട്ട് നോക്കണം, ഇതിൻ്റെ ലൈവ് റിസൾട്ട് അത്ര ഞാൻ അവരൊക്കെ കണ്ടിട്ട് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഗ് യോക്കില്ലേ അതുപോലെ ഇരിപ്പുണ്ട് ആ ഒരു കളറ്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ അരിപ്പൊടിയില്ലേ അത് നന്നായിട്ട് ഇതിൽ ചേരണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ക്രീമാവും. ഇത് നല്ല ഒരു ഇതിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുഖത്ത് ഒരു കോട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടി ഒരു ഇതും കൂടി ഇട്ട് കൊടുക്കണേ. 2 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ റിസൾട്ട് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല നിറം കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അരിപ്പൊടി ഇതിലുള്ള സാധനങ്ങളൊക്കെ നല്ല സൂപ്പർ സാധനങ്ങൾ. അപ്പോൾ അതേ നമ്മുടെ ഇതിൻ്റെ കട്ടയൊക്കെ ഇതായി നല്ല ഇതായിട്ടുണ്ട്. നമുക്കിത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. അത് നമുക്ക് കഴുത്തും കൂടി നമുക്ക് നല്ലൊരു നിറം കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ഇനി എല്ലാ ക്രീമും ഇട്ട് എടുക്കണ പോലെ നമുക്കൊരു 20 മിനിറ്റ് നിന്നാൽ മതി. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണാം. അപ്പോൾ തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ. ഒന്ന് ലൈറ്റായിട്ടൊന്നും വരട്ടരുത്. തിക്കായിട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഒന്നും ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി 20 മിനിറ്റ് ആയിട്ട് കാണാം. അപ്പോൾ അതേ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം.
കണ്ടല്ലോ നിങ്ങൾ, അത്രയും നല്ല. ഞാൻ പറഞ്ഞില്ല ഞാനിത് ചെയ്തിട്ടില്ല, അപ്പം ആദ്യമായിട്ട് ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിസൾട്ട് നേരത്തെ പറഞ്ഞു തരാൻ ഇപ്പോൾ കണ്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിലെ കമൻറ്റുമൊക്കെ വായിച്ച് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ച്. സാധാരണ ഞാൻ ചെയ്തിട്ടില്ലേ കാണിച്ചു തരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നമുക്ക് ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ അടിപൊളിയാക്കാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല. ഒന്നാമത് നമ്മുടെ ആ പാക്കിലുള്ള എല്ലാം നല്ല സാധനങ്ങളായിരുന്നു. ക്യാരറ്റൊക്കെ നമ്മുടെ സ്കിന്നിന് അത്ര നല്ല അടിപൊളിയാണ്. കറ്റാർവാഴയും വിറ്റാമിൻ ഇ ക്യാപ്സൂള്, അരിപ്പൊടി, ഇതൊക്കെ നമുക്ക് ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ അതിന് മുമ്പ് പെട്ടെന്ന് നമുക്കിത് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. 2-3 ദിവസം നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം. നല്ല സ്കിന്നിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നിറം കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലോട്ടും കൂടി ചെയ്തേക്കണം. അപ്പം ഞാനൊരു കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. അപ്പം അതിനു മുമ്പാണ് ഞാനിതിട്ടത്. അപ്പം റെഡിയാകാൻ പോവുകയാണ്. അപ്പം അതിന് തൊട്ട് മുമ്പാണ് ഞാൻ പാക്കിട്ടത്. ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ച് എന്നിട്ട് ഉള്ള സമയം കിട്ടിയത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പം ഞാൻ കല്യാണത്തിന് പോകുന്ന സാരിയൊക്കെ എടുത്തിട്ട് നിങ്ങളെ കൂടി കാണിച്ചു തരാമേ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വീട്ടുവിശേഷം കൂടിയൊക്കെ കാണാം. അപ്പോൾ കാത്തു ഡൽഹിയിൽ നിന്ന് വന്നു. കഴിഞ്ഞ സൺഡേ വന്നു എറണാകുളത്ത്. അപ്പോൾ ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പിന്നെ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് മോൻ്റെ ഒപ്പം പഠിച്ച ഒരു കുട്ടിയുടെയാണ്, ഗോകുൽ എന്ന് പറഞ്ഞ. അപ്പോൾ ഇവർ KG തുടങ്ങി ഒരുമിച്ച് പഠിച്ചവരാണ്. KG തുടങ്ങി 12ാം ക്ലാസ് വരെ ഇവർ ഒരുമിച്ച് പഠിച്ചതാണ് ചിന്മയ സ്കൂളിൽ. അപ്പോൾ എല്ലാവരും, അപ്പോൾ മോൻ രാവിലെ അവർക്ക് കെട്ട് തിരുനക്കര അമ്പലത്തിൽ വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ കല്യാണം. അപ്പോൾ കല്യാണം ആൻസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ്. അപ്പോൾ അവൻ കെട്ടിനൊക്കെ പോയി വന്ന് പിന്നെ ഞങ്ങളെ വന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ചേട്ടൻ വന്നില്ല. അപ്പോൾ 11:30ക്കാണ്, 11നും 11:30ക്കാണ് മുഹൂർത്തം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഓഡിറ്റോറിയമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ടീച്ചർമാരെയൊക്കെ കണ്ടു, അവരെ പഠിപ്പിച്ചിരുന്നവരെയൊക്കെ കണ്ടു. അപ്പോൾ നല്ല ആളുമായിരുന്നു. അപ്പോൾ കുറേ പേരെ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവരൊരു കല്യാണം കുറച്ചൊരു വെറൈറ്റി മോഡലൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങാണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലൂട്ടിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോപ്പിറൈറ്റ് കാരണം പിന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. പെണ്ണും ചെറുക്കനും ഒക്കെ രണ്ട് കൂട്ടത്തു നിന്നും നമുക്ക് കല്യാണമുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്, ചെറുക്കനും പെണ്ണും ഒക്കെ. പേടിയാണ്. അങ്ങനെ പിന്നെ കല്യാണത്തിൻ്റെ അപ്പോൾ കെട്ടൊക്കെ ശരിക്ക് നേരത്തെ താലികെട്ടൊക്കെ കഴിഞ്ഞായിരുന്നു അമ്പലത്തിൽ. പിന്നെ ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് ഒരു മാലയിടൽ ചടങ്ങ്. അപ്പോൾ ഇത് പെണ്ണിനെ വരവേൽക്കുന്നതാണേ. അപ്പോൾ ഈ മണവാളൻ എൻജിനീയറാണ്, മണവാട്ടി അഡ്വക്കേറ്റുമാണ്. അപ്പോൾ ഇപ്പം നല്ല ഒരു പിന്നെ മ്യൂസിക്കാണ് ഈ ഫ്ലൂട്ടിൻ്റെ. കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ എനിക്കത് പേടി, കോപ്പിറൈറ്റ് ആവും അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ എനിക്കത് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത്ര നല്ല ഇതായിരുന്നു. ഈ പാട്ടൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഭയങ്കര ബഹളവും ഇരിക്കും, നമുക്ക് സംസാരിച്ചാൽ പോലും കേൾക്കത്തുമില്ല അങ്ങനെ. പക്ഷേ ഈ ഫ്ലൂട്ടിൻ്റെ ഇതാവുമ്പോൾ നമുക്ക് നല്ല കേൾക്കാനും നല്ല രസം. നമുക്ക് സംസാരിക്കണമെന്ന് അധികം കുഴപ്പമില്ല. അത് നല്ല ഇതായിരുന്നു അത്. അപ്പം മാലയിട്ടു. അപ്പം ആ ചടങ്ങ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇത് പെട്ടെന്ന് കല്യാണം കഴിയൂല, ഒരുപാട് നേരമൊന്നും വേണ്ടല്ലോ. ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ കല്യാണം കഴിയും. അപ്പോൾ ഇനി പുടവ കൊടുക്കലാണ്.
കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ സദ്യയും കഴിച്ച് നല്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങ് പോന്നു. അപ്പോൾ ഈ ലുലുവിൽ ഇപ്പോൾ ഓഫർ കാരണേ എൻ്റെ പൊന്നോ എന്തൊരു തിരക്കായിരുന്നു എന്നറിയാമോ. ഞങ്ങളപ്പോൾ ഒരു ഓട്ടോനാണ് വന്നത്. അപ്പോൾ മോൻ കഴിക്കാനൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓട്ടോന് പോയിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് അപ്പം ഓട്ടോക്കാരൻ പറയാ ലുലുവിൽ 3-4 ദിവസം ഓഫറുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഈ ബ്ലോക്ക്. എവിടം തുടങ്ങിയാണ് ഈ ബ്ലോക്ക് എന്നറിയാമോ. അങ്ങനെ അയാളൊരു ഊടുവഴിയൊക്കെ കൂടി പോന്നാണ് ഞങ്ങളൊരു കണക്കിൽ വീട്ടിൽ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.